ഏത് രാഹുല്? നൗ ഈസ് ഔട്ട് ഫ്രം ദ പാർട്ടി. അതിന് വിജയസാധ്യത കൂടുതലല്ലേ, അതുകൊണ്ട് ആഗ്രഹികളുടെ എണ്ണം കൂടും, സ്വാഭാവികമല്ലേ. UDF ജയിച്ചു വരും എന്നുള്ള നല്ല ഒരു ട്രെൻഡ് രാജ്യത്തുണ്ട്, നാട്ടിലുണ്ട്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ നമുക്ക് ഒറ്റയ്ക്ക് പറയാം. പാർട്ടിക്ക് വ്യക്തമായ അഭിപ്രായമുണ്ട്. അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമല്ല, പാർട്ടിക്കകത്ത് ചർച്ച ചെയ്തിട്ട് പറയും. അതൊക്കെ പറഞ്ഞ മനസ്സിലായില്ലേ? അതൊക്കെ ചർച്ച ചെയ്തിട്ട് പറയേണ്ട സമയത്ത് പറയും. ഡോണ്ട് ബി ഇൻ എ ഹറി. ഞാനതൊന്നും ഉറപ്പുകൊടുക്കാൻ മാത്രം ഞാൻ ആരുമല്ലല്ലോ. ഇനി ഇതിനാ ഞാനിങ്ങനെ ഉറപ്പുകൊടുക്കാം. എന്നോട് എറണാകുളത്ത് നിന്ന് മലയാള മനോരമയുടെ കോൺക്ലേവിന് ചോദിച്ചിരുന്നു, ഗോവിന്ദ മാഷ് ഞാനും ഇങ്ങനെ ഇരിക്കുക. ഗോവിന്ദ മാഷ് ചോദിച്ചപ്പോൾ ഗോവിന്ദ മാഷ് പറഞ്ഞു ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അടുത്ത ചോദ്യം എന്നോടാണ് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ മത്സരിക്കുന്നില്ലെന്ന് തീരുമാനിച്ചിട്ടില്ല. അസാധാരണ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ മത്സരിക്കണം എന്നുള്ള നിങ്ങളുടെ നിർബന്ധം ഞാൻ മത്സരിക്കണം എന്നുള്ള നിങ്ങളുടെ ആഗ്രഹം ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം നിങ്ങൾ തന്നെ എക്സംഷൻ എനിക്ക് തന്നു. 2011 രമേശ് ചെന്നിത്തല മത്സരിച്ചു, 24 കെ സുധാകരൻ മത്സരിച്ചു. മത്സരിക്കുന്നില്ലെന്ന് തീരുമാനിച്ചിട്ടില്ല. അല്ലല്ല, അത് മുഖ്യമന്ത്രി തന്നെ പറയട്ടെ. മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോയിട്ട് എന്തിനാ പോയത്? മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക്. അതെ, അപ്പൊ നമ്മളെടുത്ത് പലരും വരില്ലേ. മാർട്ടിൻ ജോർജിനെയും സണ്ണി ജോസഫിനെയും കെ സുധാകരനെയും രമേശ് ചെന്നിത്തലയും ഒക്കെ കാണാൻ ആളുകൾ വരും, പൊതുപ്രവർത്തകർ. അല്ല, ഹൈ ഉണ്ടെന്നേ, ഹൈ തന്നെ. ആ ഹൈ ഉള്ള ഇടത്തേക്ക് പോകാമല്ലോ, പോകാൻ പാടില്ലെന്നുണ്ടോ? അന്വേഷിക്കേണ്ട യാതൊരു കാര്യങ്ങളും അതിലില്ല. CPM-ൻ്റെയും BJP-യുടെയും സ്വപ്നം പോണിയില്ല. അവരെ സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ജനങ്ങൾ തിരിച്ചറിയും. ഒരുപാട് പേരുണ്ട്. അവരിൽ നിന്നൊരാളെ ഹൈക്കമാൻഡ് നിശ്ചയിക്കും. നമുക്ക് ആലോചിക്കാം. ആർക്കറിയാം? അതൊക്കെ നിങ്ങളാരെങ്കിലും വെച്ചതായിരിക്കും. നിങ്ങൾ വടകരയ്ക്ക് പോയിരുന്നു? ആരെങ്കിലും വടകരയ്ക്ക് പോയിരുന്നോ? നിങ്ങളെ മൊബൈൽ ലൊക്കേഷൻ ഒന്ന് പരിശോധിക്കണം. ആ, ഏത് ചാനലില്ല? ആയിക്കോട്ടെ, അവരോടായിരിക്കും ചോദിച്ചിട്ടുണ്ടാവും. ഒന്നും സീറ്റ് ചർച്ചയൊന്നും ആരംഭിച്ചിട്ടില്ല. ആ, ബാക്കി 50 ഉണ്ടല്ലോ. സതീശൻ പറഞ്ഞതിന്റെ ബാക്കി 50 ഇല്ലേ? ഏത് രാഹുല്? നൗ ഈസ് ഔട്ട് ഫ്രം ദ പാർട്ടി. ആലോചിച്ചിട്ടില്ല. സമയത്താലോചിക്കും. നിങ്ങളല്ലേ ആലോചിക്കുന്നത്? ഞാൻ ആലോചിച്ചു. ഒന്നും ആലോചിച്ചിട്ടില്ലെന്നേ. ഇല്ലില്ല, കോൺഗ്രസിന്റെ സ്ഥാനം ആവർത്തിച്ച് നിങ്ങൾ എന്നാ പറഞ്ഞാലും ഇത് തന്നെ ഉത്തരം. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിന് അതിൻ്റെതായ പ്രൊസീജിയറുണ്ട്. അഖിലേന്ത്യാ കമ്മിറ്റി, സ്ക്രീനിങ് കമ്മിറ്റി നിശ്ചയിക്കും. കോൺഗ്രസ്സിന് കേരളത്തിൽ ഒരു ഇലക്ഷൻ കമ്മിറ്റിയുണ്ട്. അവർ യോഗം ചേർന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കും. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് ഞങ്ങളൊരു സംക്ഷിപ്ത ഒരു ചെറിയ ഒരു ലിസ്റ്റ് ഞങ്ങൾ സ്ക്രീനിങ് കമ്മിറ്റിക്ക് സമർപ്പിക്കും. അവർ ഹൈക്കമാൻഡിന് സമർപ്പിക്കും. ഹൈക്കമാൻഡാണ് സ്ഥാനാർത്ഥികളെ എന്നെ പരീക്ഷിക്കണോ അധികം?
ഞാനായിട്ടൊരു സർവേ നടത്തി, ജനങ്ങളൊരു സർവേ നടത്തി. ജനങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളിത് സെമി ഫൈനലാണ്, ഫൈനൽ വരുന്നു എന്ന് പറഞ്ഞ് വോട്ട് ചോദിച്ചെടുത്ത് ജനങ്ങൾ അവരുടേതായ അഭിപ്രായം രേഖപ്പെടുത്തി. UDF തന്നെ സംസ്ഥാന ഭരണത്തിലും വരുമെന്ന് ജനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്.